ഹലോ ഗൈസ്, നമുക്കൊന്നൊരു അടപ്രഥമൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് അട എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ തിരുകി അതിൻ്റെ പാലെടുത്ത് വെച്ച് ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് പിന്നെ വെള്ളം തിളപ്പിച്ചതിനായിട്ട് കുറച്ച് നെയ്യിട്ട് അതിന് ശേഷം അതിനകത്ത് അടയിട്ട് ഈ നെയ്യിട്ട് വെള്ളം തിളപ്പിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഉള്ള ഇതെല്ലാം പോവും, പശ എല്ലാം മാറിക്കിട്ടും. അടുത്ത ചവ്വരി എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്തതായി ഉരുളിയിൽ നെയ്യ് ചൂടാക്കിയിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഉണക്കമുന്തിരിങ്ങയും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി മാറ്റി. പിന്നെ അടുത്തതായി നെയ്യ് കുറച്ചുകൂടെ ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചിരുന്ന അട അതിനകത്തിട്ടൊന്ന് വരട്ടി എടുക്കണം. നെയ്യിൽ നന്നായിട്ട് വഴറ്റി എടുക്കണം. എന്നിട്ട് അതിലോട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ച് അത് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായി അത് തിളച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് ഏലക്ക ചതച്ചത് അതിലോട്ട് മിക്സ് ചെയ്യുക. പിന്നെ അപ്പോഴത്തേക്കും ചവ്വരി വെന്ത് കഴിഞ്ഞ് ആ ചവ്വരിയും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടാം പാലാണ് ചേർത്തേക്കുന്നത്. രണ്ടാം പാലിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പം അവസാനം ഒന്നാം പാൽ കട്ടിപ്പാൽ ഒഴിച്ച് തിളപ്പിക്കണം. അപ്പോൾ ഏകദേശം കുറുകി വന്ന് അതിലോട്ട് അവസാനം ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് ഇനി അടുത്ത് സെർവ് ചെയ്യാൻ പോവുകയാണ്. വാഴയിലയിലോട്ട് ചൂട് പായസവും ഒഴിച്ച് അതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടെ വറുത്ത് വെച്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ടേസ്റ്റ് ബഡ്സിലൂടെ പിന്നെ കാണാം. ബൈ.